ആൻറ്റി, എനിക്കൊരു കോഫി. ആ മോനെ, ഇപ്പൊ തരാം. തന്തപടിനെ എവിടെയൊന്നും കാണാനില്ലല്ലോ. സ്ഥലം വിട്ടെന്ന് തോന്നുന്നു. ഏതൻ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പപ്പ? നിന്നെ കഴിഞ്ഞ ദിവസം ആരൊക്കെ ഫോളോ ചെയ്തത് ഞാൻ അറിഞ്ഞു. എന്നെയോ? അതേതെങ്കിലും ബ്യൂട്ടി ബ്രാൻഡിന്റെ പ്രൊമോട്ടേഴ്സ് ആയിരിക്കും. നിന്റെ കുട്ടികളിയൊക്കെ നീ നിർത്തിക്കോ. ഇനി തൊട്ട് നീ ഒറ്റയ്ക്ക് എവിടെയും പോകണ്ട. നിനക്ക് വേണ്ടി ഞാനൊരു ബോഡി ഗാർഡിനെ നിയമിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് അവൻ ജോയിൻ ചെയ്യും. എന്തു ബോഡി ഗാർഡോ? ഞാനെന്താ കുഞ്ഞു കുട്ടിയാണോ? എനിക്ക് ബേബി സിറ്ററിന്റെ ആവശ്യമൊന്നുമില്ല. പറയുന്നത് മാത്രം നീ അങ്ങോട്ട് കേട്ടാ മതി. ഇങ്ങോട്ട് നീ ഒന്നും പറയാൻ വരണ്ട. എനിക്ക് പറ്റില്ല. നിന്റെ സമ്മതം അതിനിവിടെ ആരും ചോദിച്ചില്ല. നാളെ തൊട്ട് അവൻ ജോയിൻ ചെയ്യും. എന്തോ കഷ്ടമായത്. എനിക്കിഷ്ടമല്ല. അയാൾ എന്തായാലും വരട്ടെ, കാണിച്ചു കൊടുക്കാം. വെൽക്കം മിസ്റ്റർ മൈക്ക് ഫെർണാണ്ടസ്. ഇയാൾ ഏതെങ്കിലും നെറ്റ്ഫ്ലിക്സ് സീരീസിൽ നിന്ന് ചാടി വന്നതാണോ? എന്ത് ഹോട്ടാണ് കാണാൻ. ഹായ്, ഐ എം മൈക്ക് ഫെർണാണ്ടസ്. ഐ എം ഏതൻ മാത്യു. ബൈ ദ വേ, താൻ നല്ല ഹോട്ടാണല്ലോ. ഇയാളെന്താ ഉരുക്ക് പ്രതിമയാണോ? വാ തുറക്കില്ലേ? സോ ഗൈസ്, ഐ എം ലീവിംഗ് ഫോർ മൈ ബിസിനസ് ട്രിപ്പ്. ഏതൻ, മൈക്ക് പറയുന്നതനുസരിച്ച് നിന്നോണം. ഇയാൾ പറയുന്നതനുസരിക്കാൻ ഞാനെന്താ ഇയാളുടെ ഭാര്യയോ? സാർ വരൂ, കോളേജിൽ പോകാൻ ടൈമായി. കോളേജിൽ പോകാൻ ടൈമായെങ്കിൽ എനിക്ക് പോകാൻ അറിയാം. താൻ എന്നെ കൊണ്ടുവന്നാക്കാൻ തൻ്റെ കുട്ടിയൊന്നും അല്ല ഞാൻ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ഓ, എൻ്റെ കോപ്പിലൊരു ഡ്യൂട്ടി. തനിക്ക് എന്തോരം പണികളുണ്ടായിരുന്നു ഈ ലോകത്ത്. ഇത് മാത്രമേ കിട്ടിയോളൂ. ഞാൻ വെളിയിൽ കാണും. പെട്ടെന്ന് റെഡിയായിട്ട് വാ. എന്ത് അഹങ്കാരമാണ് അയാൾക്ക്. മുരടൻ. താൻ വീട്ടിൽ പൊക്കോ, വൈകിട്ട് വന്നാൽ മതി. പറ്റില്ല, ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം. എടാ അളിയ, ആരടാ അത്? എടാ, അതെന്നെ തന്തപ്പൊടി തന്ന വലിയൊരു പണിയാ. അയാളെൻ്റെ ബോഡി ഗാർഡാ. ബോഡി ഗാർഡോ? ഉള്ളിനെ കാണാൻ നല്ല രസമാടാ. നീ ഒന്നും മിണ്ടാതിരുന്നേ. ഞാൻ ഒന്നാതെ ഇവിടെ ഭ്രാന്തെടുത്തിരിക്കുക. എന്തു ബോറ് ക്ലാസ് ആയിരുന്നടാ. ഓഫ്. ആ അതേടാ. എങ്കിൽ പിന്നെ ശരി, നാളെ കാണാം. എൻ്റെ ബോഡി ഗാർഡ് ഏട്ടാ ഇതോ വെയിറ്റിംഗ് ആണ്. ഉറക്കം വന്നിട്ട് വയ്യ. ഇതൊന്നും തലയിലും കയറുന്നില്ലല്ലോ. എൻ്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണോ? ഇപ്പോഴെങ്കിലും ആ തിരുവായൊന്ന് തുറന്നല്ലോ. പിന്നെ നിന്നെപ്പോലെ 24 മണിക്കൂർ ഞാൻ ചിലച്ചുകൊണ്ടിരിക്കാം. ഇങ്ങനെ പോയാൽ ഇയാൾ എൻ്റെ കയ്യിൽ നിന്ന് കുറേ വാങ്ങിക്കൂട്ടും. ഞാൻ കിടക്കാൻ പോവാ. ഗുഡ് നൈറ്റ്. അതെ, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്തു പോകണം. അതിനെന്താ, നമുക്ക് പോവാമല്ലോ. നമ്മൾ പോകുന്ന കാര്യമല്ല, ഞാൻ ഒറ്റയ്ക്ക് പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് എവിടെയും പോകാനുള്ള പെർമിഷൻ ഇല്ല ഏതൻ. ഇത് വീടാണോ അതോ ജയിലോ? എനിക്കിവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലേ? അതൊക്കെ നീ നിന്റെ പപ്പയോട് ചോദിക്കുക. എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. ശരി, ഒന്ന് വാ, പുറത്തു പോയിട്ട് വരാം. വാ, പോവാം. അതെ, താൻ ഈ കാലൻ്റെ ആരായിട്ട് വരും? ഞാനോ? ആരുമല്ല. പിന്നെ എന്തിനാണോ താൻ ഈ 24 മണിക്കൂറും ബ്ലാക്ക് തന്നെ ഇടണേ? വേറെ വല്ലതും ഇട്ടിട്ട് വാടോ. ഇങ്ങനൊരു മനുഷ്യൻ. എന്തായാലും എൻ്റെ തന്തയ്ക്ക് പറ്റിയത് തന്നെയാ. ഇതൊക്കെയാണോ? ആ, ഇപ്പൊ മുടുക്കനായ. വൈദവേ, തന്നെ കാണാൻ നല്ല ഭംഗിയാ. ലേറ്റായി, വാ പോവാം. എടാ, ഏതെന്റെ കൂടെ ഉള്ളത് ആരാ? ആ, അതവന്റെ പുതിയ ബോഡി ഗാർഡാ. എടാ, നിന്റെ ബോഡി ഗാർഡിനെ കാണാൻ എന്നാ ഭംഗിയാ. പുള്ളി സിംഗിളാണോ? എനിക്കൊന്നും അറിയാൻ പാടില്ല. നീ തന്നെ പോയി ചോദിക്കേ. അവന്റെ വായിലിരിക്കുന്ന കേൾക്കാതെ അടങ്ങി നിക്ക് ഫെലിക്സേ. അതൊക്കെ വിട്. ഇത്തവണത്തെ മാച്ചിന് നമുക്ക് തന്നെ കപ്പടിക്കണ്ടേ? എന്തായാലും നമ്മൾ തന്നെ ജയിക്കണം. ഇത്തവണ അവന്മാർക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ എന്തായാലും കപ്പ് തൂക്കും. അതെ അതെ, നിന്റെ ബോഡി ഗാർഡിന് നിന്നെ നോക്കി മടുക്കില്ലേ? 24 മണിക്കൂർ ഇങ്ങോട്ടാണല്ലോ നോട്ടം. ഈ ചെറുക്കനത് എന്തൊക്കെയാ കാണിക്കുന്നേ? അപ്പൊ ശരിടാ, ഞാൻ എന്നാലും പോവാ. നമുക്ക് നാളെ കാണാം. ഓക്കേടാ, ബൈ. അതെ, അത്രയ്ക്ക് ഇഷ്ടമായോ? എന്ത്? അല്ല, കണ്ണെടുക്കാതെ നോക്കുന്ന കണ്ടു. നിന്നെ നോക്കുന്നതാണല്ലോ എൻ്റെ ഡ്യൂട്ടി. ശരി, വാ, ലേറ്റായി, വീട്ടിൽ പോകാം. ബട്ട് എനിക്ക് ആ നോട്ടം നല്ലപോലെ ഇഷ്ടപ്പെട്ടു.
മച്ചാനെ നീ തകർത്തടാ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കളി? നൈസ്. കളിയ, നിന്നതും ആ ജെനി തിരക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രപ്പോസ് ചെയ്യാനായിരിക്കുമെന്ന്. ഏതൻ, വാ പോവാം. നീ അവളോട് ഞാൻ പോയെന്ന് പറഞ്ഞേക്ക്. ഞാൻ വീട്ടിലോട്ട് പോകുക. താനൊന്നവിടെ നിന്നേ. ജലസടിച്ചതാണോ ഞാൻ കുറച്ചു മുമ്പേ കണ്ടത്? ജലസോ? എനിക്ക് നിന്നോടെന്തിനാ ജലസ്? അങ്ങനെയാണോ? അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലല്ലോ, വിശക്കുന്നുണ്ട്. കടലോട് പോയി പറയാം. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. എന്താടാ എവിടെ കിടന്ന് കറങ്ങുന്നത്? ഓ ഗോഡ്, കൺട്രോൾ തരണേ. നീ എന്താടാ അവിടെ കിടന്ന് കാട്ടിക്കൂട്ടുന്നേ? വന്ന കാര്യം പറയൂ. എനിക്ക് വിശക്കുന്നു. ജീനി ആന്റി ഇന്ന് ലീവാ. എനിക്ക് എന്തേലും ഉണ്ടാക്കി തരാവോ? ശരി വാ. പിന്നെ നീ മേത്യു സാറിനെ കടന്ന് വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പോയ അടുത്ത ബോഡി ഗാർഡിനെ അയാൾ നിനക്ക് കൊണ്ടുവരും. ഇനി തന്നെ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അതെന്ത്? താൻ എന്റെ കണ്ണിൽ എന്താ കാണുന്നത്? ഞാനൊന്നും കാണുന്നില്ലല്ലോ. തനിക്ക് തിമിരമാണതോ? അതാ കാണാത്തത്. താൻ കാണുന്നില്ലേ എന്റെ കണ്ണുകളിലെ പ്രണയം? നിന്റെ കണ്ണിൽ അതിന് പ്രണയത്തിനിരിക്കാനുള്ള സ്ഥലമുണ്ടോ? നീ ആവശ്യമില്ലാത്ത ഒരു പരിപാടി ഒപ്പിക്കണ്ട. നീ ഇനി എന്തൊക്കെ കാണിച്ചാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ഏറ്റില്ല. വേഗം റെഡിയായി ഇറങ്ങാം. ടൈം ഒരുപാടായി. ഇതെങ്ങനെയുണ്ട്? അവിടെ ഫാഷൻ ഷോ അല്ല നടക്കുന്നത്, ബിസിനസ് ഫംഗ്ഷൻ ആണ്. മര്യാദയ്ക്കുള്ള ഏതെങ്കിലും കോലത്തിൽ വാ. അപ്പൊ ഇതോ? നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ കൊണ്ട് നീ ചെയ്യിപ്പിക്കരുത്. താൻ ചെയ്യ്, ഞാനൊന്ന് നോക്കട്ടെ. യു മേ റിഗ്രറ്റ് ഫോർ ഇറ്റ്. If I start acting sweet, it's only 'cause I can't breathe. Getting lost in the heat, give me what you promised me. Show me you want it, touch me like you need it. Baby, if you feel it, let me know, let me know. Kiss me like you mean it, love me, make me feel it. Say it if you mean it. Take me home, seduce me, seduce me. Baby, take me down slow. Show me you can be gentle. Just as hard as you go, ain't no rush to let go. Baby, hold me close. കാണിച്ചത് മതിയോ? Me in and then exhale. Baby, Don't play with me. kiss me slow. Breathe me in. ഐ തിങ്ക് ഐ എം ഫെൽ ഫോർ യു. ബട്ട് എനിക്ക് നിന്നോട് അങ്ങനെ ഒരു ഫീലിങ്സ് ഇല്ല. ഞാനൊരു കാര്യം പറയാം. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് താൻ ഇനി എന്നെ കെട്ടിയാൽ മതി. വേറെ കെട്ടാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കൊന്നു കളഞ്ഞ. നീ ഉള്ളപ്പോ ഞാൻ വേറെ ആരുടെ അടുത്ത് പോവാനോ?